ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചീസുമലയിലെ എലി എന്ന് പറഞ്ഞൊരു കഥയാണ്. ചീസുമലയിലെ എലി എന്ന കഥയിൽ ഒരു ചീസുമലയുണ്ട്. ഈ ചീസുമലയ്ക്കുള്ളിൽ ജീവിക്കുന്ന രണ്ട് എലികളുമുണ്ട്. ഒന്നാമത്തെ എലി ആ ചീസുമലയിലെ ചീസുകൾ കഴിച്ചു അവിടെ കിടന്നുറങ്ങുകയും ആ ഒരു രീതിയിൽ മാത്രം ജീവിതം നയിക്കുകയും ചെയ്യുന്നതും, രണ്ടാമത്തെ എലി ചീസുമലയിൽ ചീസ് കഴിക്കുകയും അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് പോകുന്ന സ്വഭാവമുള്ള ഒരു എലിയുമായിരുന്നു. ചീസുമലയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന എലി എവിടെ പോകുന്നെന്നോ എന്ത് ചെയ്യുന്നെന്നോ ഒന്നും അന്വേഷിക്കാതെ ഒന്നാമത്തെ എലി കൃത്യമായി ചീസ് കഴിക്കുകയും കിടന്ന് സുഖമായി ഉറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. ഈ ചീസുമലയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും, ഒന്നാമത്തെ എലി കിടന്ന് ഉറങ്ങുകയും ചീസ് തീരുന്നത് ശ്രദ്ധിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത്. രണ്ടാമത്തെ എലി ചീസ് കൃത്യമായി തീരുന്ന അളവുകൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ അടുത്ത ചീസുമല കണ്ടെത്തുന്നതിനുള്ള വ്യഗ്രതയായിരുന്നു ആ രണ്ടാമത്തെ എലിക്ക് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ എലി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2-3 ദിവസം പുറത്തേക്ക് പോകുന്നതാകുകയും തുടർന്ന് അടുത്തൊരു ചീസുമല കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ഉണ്ടായത്, ആ ഒന്നാമത്തെ എലി ചീസ് പൂർണ്ണമായി തീരുന്ന സാഹചര്യത്തിൽ മറ്റ് ഒന്നും കഴിക്കാനില്ലാതെ പോകുന്നൊരു രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഇത് നമുക്ക് തന്നെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലും പലപ്പോഴും കാണാം. എസ്പെഷ്യലി റിട്ടയർമെന്റിന് ശേഷം നമ്മൾ പല മനുഷ്യർക്കും ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. എൻ്റെ തന്നെ പരിചയത്തിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ജീവിതത്തിൽ അയാൾ എത്രത്തോളം സെക്യൂർ ആണ് എന്ന് നമ്മൾ സാധാരണ മനുഷ്യർ എഴുതുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ വിശ്രമ ജീവിതത്തിന് ശേഷം അദ്ദേഹം പിന്നീട് ഒന്നും ചെയ്യാനില്ലാതെ മാറുകയും അയാളോടൊപ്പം കുറഞ്ഞ പോസ്റ്റിൽ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി അയാളുടെ ജീവിതത്തിന് ഉതകുന്ന തരത്തിലുള്ള മറ്റൊരു ബിസിനസ്സും കാര്യങ്ങളും കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതേപോലെ പലപ്പോഴും നമ്മൾ മനുഷ്യർ ചീസുമലയിലെ ഏതെങ്കിലും ഒരു എലിയായിരിക്കും. ഒന്നുകിൽ അയാൾ ഒന്നാമത്തെ എലി അല്ലെങ്കിൽ രണ്ടാമത്തെ എലി. നമുക്ക് തന്നെ ആലോചിക്കാം നമ്മൾ ഇതിൽ ഏത് എലിയാണ് എന്നുള്ളത്.